നാരങ്ങ നമ്മൾ വെള്ളയായിട്ടിടാറില്ലേ, അതുപോലെ നമുക്ക് ഇരുമ്പപ്പുളി വെള്ള അച്ചാറിടാൻ പറ്റും. കുരു ഒരുപാട് മൂക്കാത്ത ഇരുമ്പപ്പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു പകുതിക്ക് മേളിൽ മൂപ്പായത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതേ രീതിക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് നീളത്തിലായാലും എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. പക്ഷേ കുറച്ച് കട്ടി ഉണ്ടാവണം, അല്ല പെട്ടെന്ന് അലിந்து പോകും. ഇത് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് വേണം ഇത് അച്ചാറിടാനായിട്ട്. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഞാൻ എടുത്തേക്കുന്ന കാന്താരിയാണ്. പച്ചമുളക് തന്നെയായിട്ട് എടുത്താലും മതി, ഇല്ല കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി എടുത്താലും മതി. കാന്താരി ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇരുമ്പപ്പുളി ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് സമയം ഇട്ടുകൊണ്ടിരിക്കരുത്, വല്ലാണ്ട് വെന്ത് പോകും. ഇതൊന്ന് വാടി കിട്ടിയാൽ മതിയേ. ഇങ്ങനെ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പം ഇതിനകത്തെ ആ ആസിഡ് കുറച്ച് അതങ്ങ് പൊക്കോളും. ഇതിന് മുന്നേ ഞാൻ ഇരുമ്പപ്പുളി കണ്ണി ഇടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇരുമ്പപ്പുളി ഒരുപാട് കഴിക്കുന്ന ചീത്തയാണ്, മിതമായ രീതിയിൽ കഴിക്കാൻ പറ്റും. അത് ഇരുമ്പപ്പുളി എന്നല്ല, ഏത് സാധനമായാലും ഒരുപാട് കഴിക്കുന്നത് ചീത്തയാണ്. ഉപ്പായാലും നമ്മൾ അച്ചാറിടുമ്പം ഉപ്പല്ല ഏറ്റവും കൂടുതൽ ഇടുന്നത്. ആ ഉപ്പായാലും അധികം ചെന്ന് കഴിഞ്ഞാൽ അത് ചീത്തയാണ്. മിതമായ രീതിയിൽ കഴിക്കുക. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് വെക്കുന്നുണ്ട്. ഇനി ഒരു തവ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നല്ലെണ്ണയ്ക്കകത്താണ് ഇടുന്നത്. നമ്മൾ നാരങ്ങ അച്ചാറൊക്കെ ഇടുന്നത് നല്ലെണ്ണയ്ക്കകത്തല്ലേ, അതുപോലെ ഇത് നല്ലെണ്ണയ്ക്കകത്ത് ഇടുന്നതാണ് ടേസ്റ്റ്. ഇനി നല്ലെണ്ണ ഇല്ലാത്തവർ വെളിച്ചെണ്ണ ആയാലും ഒഴിച്ചാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാന്താരി എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കായം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ, ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെള്ളം കളഞ്ഞ് വെച്ച ഇരുമ്പപ്പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുളിയും ഉപ്പും എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം, ഒരുപാട് നേരം വെച്ചേക്കണ്ട. ഇത് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരിയെ ചേർക്കുന്നുള്ളൂ. കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. പുളി കൂടുതൽ വേണ്ടവർക്ക് വിനാഗിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് കുറേ ദിവസം പുറത്തിരിക്കും. ഇതിപ്പോൾ എൻ്റെ അച്ചാർ അധികം ദിവസം വെളിയിലിരിക്കില്ല, കാരണം ഞാൻ വിനാഗിരി കുറച്ച് ചേർത്തുകൊണ്ട് ഇത് ഉടനെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. 2 ദിവസത്തേക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഉപ്പും മധുരമൊക്കെ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. എന്തായാലും ഇതിട്ട് കഴിഞ്ഞാൽ 2 ദിവസം പുറത്ത് തന്നെ വെക്കണേ, കാരണം ഇതിൻ്റെ ആ എരിവും പുളിയും എല്ലാം കൂടെ ആ പുളിയിലേക്കൊന്ന് പിടിച്ച് കഴിയുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. പ്രത്യേകിച്ച് ഉപ്പ് പിടിക്കണം. അപ്പോൾ ഇരുമ്പപ്പുളി വീട്ടിലുള്ളവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്